നല്ല പച്ച കുരുമുളക് അരച്ച് നമ്മുടെ കണമ്പ് എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് ഞാനൊരു 5-6 തണ്ട് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 2-3 ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആ മീൻ നന്നാക്കി വരഞ്ഞ് അതിൻ്റെ ഇടയിലെല്ലാം ഇത് പരട്ടി, അതിൽ നിന്ന് കുറച്ച് അരപ്പെടുത്ത് നമ്മൾ പരട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഉപയോഗിക്കാം. ആ വയറിൻ്റെ ഇടയിലും ആ വിടവിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 30 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് ആ മീൻ കുറച്ച് അരപ്പോട് കൂടി 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് അടുപ്പത്തുനിന്നൊന്ന് മാറ്റുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 2 കപ്പ് ചെറിയ ഉള്ളി, നല്ല ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, നല്ല മൊരിഞ്ഞ് വരുന്നവരെ, നല്ല ബ്രൗൺ ആവുന്നവരെ അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മീനിൽ പരട്ടാൻ ഉപയോഗിച്ചിരുന്ന മസാല ഉണ്ടല്ലോ, ബാക്കി മസാല ഈ ചെറിയ ഉള്ളിയുടെ കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ വറുത്ത മീൻ ആ പാനിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മളതിനെ വേവിക്കുന്നത്. അപ്പോൾ വറുത്ത മീൻ ഞാൻ ആ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ല തേങ്ങാപ്പാലിൽ നമുക്കതിനെ വേവിച്ച് മൂടി വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മൂടി വെച്ച് വേവിച്ച് അതിനെ വറ്റിച്ചെടുത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കെ പൊതിഞ്ഞിരിക്കുന്ന കണ്ടല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾ ഈ ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അരപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്കും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ലക്കത്തിൽ കാണാം. ബൈ.